ഏഷ്യ കപ്പിലെ ഇന്ത്യൻ ടീമിൻ്റെ പ്രഖ്യാപനം ഇങ്ങനെ നമ്മൾ കാത്തിരിക്കുമ്പോൾ പാകിസ്ഥാൻ ഇന്നലെ അവരുടെ ടീമിനെ പ്രഖ്യാപിച്ചു കേട്ടോ. ഞെട്ടി, എല്ലാവരും ഞെട്ടി വിറച്ചു. കാരണം അവരുടെ ടോപ്പ് 2 ബാറ്റ്സ്മാൻമാരെ, അതായത് ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത T20 റൺസ് എടുത്ത ആൾക്കാരിൽ 2 പേരെ അവർ പുറത്താക്കി. മുൻ ക്യാപ്റ്റന്മാരായ ബാബർ അസാമിനെയും മുഹമ്മദ് റിസ്വാനെയും. ബാബർ അസാം ടോട്ടൽ T20 ലീഡിംഗ് റണ്ണിൽ 2ാം സ്ഥാനത്തും റിസ്വാൻ 7ാം സ്ഥാനത്തുമാണ്. സ്ട്രൈക്ക് റേറ്റ് അത്ര പോരാ എന്ന് പറഞ്ഞാണ് ഇവരെ 2 പേരെയും പുറത്താക്കിയിരിക്കുന്നത്. ഓൾറെഡി ഇവരെ വിധി എഴുതപ്പെട്ടതാണ്. കഴിഞ്ഞ 2 സീരീസിൽ നിന്ന് ഇവരെ ഒഴിവാക്കിയിരുന്നു. പക്ഷെ അത് റെസ്റ്റാന്നൊക്കെ ഇങ്ങനെ ചില ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പം മനസ്സിലായല്ലോ, റെസ്റ്റൊന്നും അല്ല, പുറത്താക്കിയതാണ്. മിക്കവാറും ഓടിയായിരുന്നു ഇവർ ഉടനെ പുറത്താവും. കണ്ടറിയണം നിങ്ങളുടെ വിധി എന്താവുമെന്ന്. ഏഷ്യ കപ്പിലുള്ള ഇന്ത്യൻ ടീം ഇന്നോ നാളെയോ പ്രഖ്യാപിക്കും. ആരൊക്കെ വാഴും ആരൊക്കെ വീഴും എന്നുള്ള ഒരു സസ്പെൻസിൽ ഇങ്ങനെ നിൽക്കുകയാണല്ലോ. പിന്നെ ജസ്പ്രീത് ബുംറയെ പോലെയുള്ളവർ കളിക്കുമോ? അതായത് ടീമിൽ സ്ഥാനം ഉറപ്പാണ്. വർക്ക് ലോഡ് മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങളുള്ളതുകൊണ്ട് ഇദ്ദേഹത്തിനെ എടുക്കുമോ, ഇദ്ദേഹത്തിനെ കളിപ്പിക്കുമോ, ഇദ്ദേഹത്തിനെ സെലക്ട് ചെയ്യുമോ എന്നുള്ള ഒരു കാര്യം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോഴാണ് ജസ്പ്രീത് ബുംറയുടെ കഴിഞ്ഞ കുറച്ച് ആളുകളായിട്ടുള്ള വൈറ്റ് ബോളിലെ ഒരു സ്ഥിതി, ഒരു പോസ്റ്റർ കാണാനിടയായത്. അതായത് അവസാനമായി ജസ്പ്രീത് ബുംറ ODI കളിച്ചത് 2023 വേൾഡ് കപ്പ് ഫൈനലിലാണ്. അതായത് ഇന്നേക്ക് 636 ദിവസം മുമ്പ്, 636 ദിവസം മുമ്പ്, ഓൾമോസ്റ്റ് 2 വർഷം. ഇനി T20 അതും വേൾഡ് കപ്പ് ഫൈനലിലാണ് കളിച്ചത് 2024. അതായത് ഇന്നേക്ക് 412 ദിവസം മുന്നേ. അപ്പോൾ പിന്നെ ഈ വർക്ക് ലോഡ് എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും? സത്യം പറ, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ODI കളിച്ചിട്ട് 2 വർഷം, T20 കളിച്ചിട്ട് 1 വർഷത്തിന് മേലെ. പക്ഷേ വർക്ക് ലോഡിൻ്റെ പേരിൽ ജസ്പ്രീത് ബുംറ കളിക്കൂല എന്നാണ് പലപ്പോഴും പറയുന്നത്. എനിക്ക് തോന്നുന്നത് ജസ്പ്രീത് ബുംറ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ? ആരെങ്കിലും പണി കൊടുക്കുന്നതാണോ ജസ്പ്രീത് ബുംറയ്ക്ക്? എനിക്കങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് പോകും. എന്തുവാടി? ഉടൻ തന്നെ ഏകദിനത്തിൽ രോഹിത് ശർമ്മയെ മാറ്റി ശുഭ്മാൻ ഗില്ലിനെ ക്യാപ്റ്റനാക്കുകയും അതോടുകൂടി രോഹിത് ശർമ്മ വിരമിക്കാനുള്ള സാധ്യതയും ഉണ്ട്. അതായത് ഓസ്ട്രേലിയയുമായിട്ട് വരുന്ന സീരീസ് ആയിരിക്കും രോഹിത് ശർമ്മയുടെ അവസാന ഏകദിന മത്സരം എന്ന് ഇങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് എയറിലുണ്ടല്ലോ, ചർച്ചകൾ കാര്യമായിട്ട് നടക്കുന്നുണ്ടല്ലോ. അത് വിശ്വസനീയ റിപ്പോർട്ട് എന്നൊക്കെ അത് വരുന്നത്. പക്ഷേ നമ്മുടെ യുവരാജിൻ്റെ ഫാദർ മിസ്റ്റർ യോഗരാജ് സിംഗ് ഉണ്ടല്ലോ, അദ്ദേഹം ഭയങ്കരമാനാണല്ലോ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നോ, രോഹിത് ശർമ്മ റിട്ടയർ ചെയ്യാറായിട്ടില്ല. രോഹിത് ശർമ്മയ്ക്ക് 45 വയസ്സ് വരെ ക്രിക്കറ്റ് കളിക്കാനുള്ള പാടവമുണ്ട്. അതിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അത് ഞാൻ വായിക്കാം. ക്രിക്കറ്റിൽ കൂടുതൽ കാലം തുടരാൻ രോഹിതിനോട് ഫിറ്റ്നസ്സിൽ ശ്രദ്ധിക്കാൻ അദ്ദേഹം അഭ്യർത്ഥിച്ചു. 4 പേരെ ചുമന്നുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ 10 കിലോമീറ്റർ ദൂരം ഓടാൻ രോഹിതിനെ പ്രേരിപ്പിക്കാനും യോഗരാജ് സിംഗ് ആഹ്വാനം ചെയ്തു. 5 വർഷം കൂടി രോഹിതിൻ്റെ സേവനം ഇന്ത്യക്ക് ആവശ്യമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വേണമെങ്കിൽ 45 വയസ്സ് വരെ കളിക്കാനുള്ള ക്ലാസ് രോഹിതിനുണ്ടെന്ന് അദ്ദേഹം നോക്കി. മനസ്സിലായില്ലേ? വളരെ സിമ്പിളാണ്. 4 പേരെ പൊക്കിക്കൊണ്ട് 10 കിലോമീറ്റർ ഓടുക ഡെയിലി. ഇതൊക്കെ രോഹിത് ശർമ്മ കേട്ടാൽ ഇന്ന് തന്നെ അദ്ദേഹം റിട്ടയർ ചെയ്ത്, ഞാനൊന്നിനും ഇല്ലേ, ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, ഞാൻ കളിക്കാനും വരുന്നില്ല. എടോ, എന്താ പറയാനല്ലേ? ഇയാളാണ് നമ്മുടെ ധോണിനെ ഇടയ്ക്കിടയ്ക്ക് ചീത്ത വിളിച്ചോണ്ടിരിക്കുന്നതാണ്. അതായത് യുവരാജനെ പുറത്താക്കിയത് ധോണിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചീത്ത വിളിച്ചോണ്ടിരിക്കുന്നതാണ്. എന്തോ കാര്യമായ പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആദ്യം വാർത്തയോടെ എന്തോ വലിയ സപ്പോർട്ട് കൊടുക്കുകയാണ്. പക്ഷേ ഇത് സപ്പോർട്ടല്ല, ഇത് പണിയാണ്. ഇത് പുച്ഛിക്കനായിരുന്നു. പിന്നീടാണ് അത് വായിച്ച് വന്നപ്പോഴാണ് മനസ്സിലായത് എന്താ യുവരാജ് സിംഗ്. എങ്കിൽ പിന്നെ യുവരാജ് സിംഗിൻ്റെ തലയിൽ ഒരു 5-6 പേരെ കയറ്റി വെച്ചൊരു 8-10 കിലോമീറ്റർ ഓടിക്കാൻ പാടില്ലായിരുന്നു. പുള്ളിയും കളിക്കുമായിരുന്നല്ലോ 45 വയസ്സ് വരെയൊക്കെ. പാകിസ്ഥാൻ ടീം ഏഷ്യ കപ്പിൽ ഇന്ത്യയെ നാണം കെടുത്തു. വമ്പൻ പ്രസ്താവനയുമായി പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം ഡയറക്ടർ അക്കിബ് ജാവേദ്. ടീം ഞങ്ങൾ കണ്ടായിരുന്നു. ബാബർ ആസാമിനെയും മുഹമ്മദ് റിസാവിനെയൊക്കെ പുറത്താക്കിയിട്ട് നിങ്ങൾ പ്രഖ്യാപിച്ച ടീമല്ലേ, ഞങ്ങൾ കണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ വന്ന് പറയുകയാണ് ഇന്ത്യൻ ടീമിനെ നാണം കെടുത്തുന്നു. കൊള്ളാം. നിങ്ങളുടെ മുൻ താരങ്ങൾ പറഞ്ഞതൊന്ന് ശ്രദ്ധിച്ചായിരുന്നോ? അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഈ കളിയിൽ നിന്ന് പിന്മാറണമേ എന്ന്. അപ്പോഴാണ് ഒരു ബ്ലഡർ കൊണ്ട് വരുന്നത്. ആത്മവിശ്വാസം നല്ലതാണ്, പക്ഷേ അതിനുമില്ലയുടെ ഒരു പരിധി. ഈ ടീമും വെച്ചിട്ട് നിങ്ങൾ ആദ്യം ഒമാനെയും UAE-നെയും ഒക്കെ ഒന്ന് തോൽപ്പിക്കുക, എന്നിട്ടും നമുക്ക് ഒന്ന് മുട്ടാം അല്ലേ? എന്താ ഇപ്പോൾ ഇവിടെ നടക്കണേ? കളിച്ചിപ്പോൾ രാജസ്ഥാൻ പെട്ടല്ലോ. ഈ IPL കളിക്കാൻ ഇനി ബാക്കി ആരെങ്കിലും ഉണ്ടാവുമോ? പുതുമുഖങ്ങളെയൊക്കെ വെച്ചിട്ട് കളിക്കേണ്ടി വരുമോ? സഞ്ജു സാംസൺ ഓൾറെഡി പറഞ്ഞു നിങ്ങളുടെ കൂടെ ഇനി ഒരു പരിപാടിയും ഇല്ല, എന്നെ ഒന്ന് ഒഴിവാക്കി തരണം. പുറകാലെ ടീം ഡയറക്ടറായ സംഘക്കാരെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും പോവുക. ഇപ്പോൾ അതേ കേൾക്കുന്നു വേറെ 2 പേര് പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഒന്നാരാന്നറിയോ? സ്റ്റാർ ഓപ്പണർ യശസ്വി ജയ്സ്വാൾ, പിന്നെ വിക്കറ്റ് കീപ്പർ ധ്രുവ് ജുറേൽ. തീരുമാനമായല്ലോ, സന്തോഷമായല്ലോ. ഞാൻ പറഞ്ഞില്ലേ, അവിടെ എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്.
ഇതുവരെ ഇല്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ കഴിഞ്ഞ സീസൺ മുതൽ സംഭവിച്ചു. അത് അവരുടെ കളിയെ ബാധിച്ചു, ടീം അംഗങ്ങളെ ബാധിച്ചു, മൊത്തത്തിൽ ബാധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ പൊട്ടിത്തെറി അവിടെ നടന്നിട്ടുണ്ട്. ആളുകളൊക്കെ പോവുകയാണ് സുഹൃത്തുക്കളെ. ഇനി നിങ്ങളുടെ അവസ്ഥ എന്താവുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു മിസ്റ്റർ രാജസ്ഥാൻ റോയൽസ്.